മദ്രസ വിദ്യാഭ്യാസത്തിൽ KT ജലീലിനെ തിരുത്തി AP സുന്നി വിഭാഗം. വസ്തുതകൾ മനസ്സിലാക്കിയുള്ള പ്രതികരണമല്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജലീൽ തെറ്റുതിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അബ്ദുൽ ഹക്കീം അസ്ഹരി വ്യക്തമാക്കി. മതപഠനം നടത്തിയിട്ടും മുസ്ലിം ചെറുപ്പക്കാരിൽ അധാർമിക പ്രവണത വർദ്ധിക്കുന്നുവെന്നായിരുന്നു KT ജലീലിന്റെ പ്രസ്താവന. അദ്ദേഹം കണക്ക് പരിശോധിച്ച് പറഞ്ഞതല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതൊരു ഊഹം മാത്രമാണ്. ഇനി ശരിയാണെങ്കിൽ തന്നെ അറിവുണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാകില്ലല്ലോ. മതവിദ്യാഭ്യാസം ഉണ്ടാവുകയും അതേ നിലക്ക് തന്നെ കുടുംബ പശ്ചാത്തലവും നാട്ടിലെ സാഹചര്യവും എല്ലാം നിലനിൽക്കുമ്പോഴാണ് മനുഷ്യൻ നന്മയിൽ ഒതുങ്ങി നിൽക്കുന്നത്. ധർമ്മപ്രവർത്തനങ്ങളുമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറില്ല. ഒറ്റപ്പെട്ടു പോകുന്നവരിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആരെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് വീണ്ടും വിമർശനം ഉന്നയിക്കുക എന്നതിന് പകരം അദ്ദേഹത്തെ കൂടെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും അബദ്ധവശാൽ വല്ലതും പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാരണ പിശകാണെങ്കിൽ നന്നാവാനുള്ളൊരവസരം വീണ്ടും നമ്മൾ കൊടുക്കുക. അതാണ് റമദാനിൻ്റെ സന്ദേശം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീലിന് നല്ല ഒരു തിരുത്തു കൊടുക്കുകയല്ലേ AP സുന്നി വിഭാഗം? സുജിയ, കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദ് പരിപാടിയിൽ ഒരു നോമ്പുതുറ പരിപാടിയിൽ പങ്കെടുക്കുമാണ് KT ജലീൽ വലിയ വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനകത്ത് ചെറുപ്പക്കാർ മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തിട്ട് പോലും അവരിൽ അധാർമിക പ്രവർത്തനങ്ങളും ഈ ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും വർദ്ധിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളതായിരുന്നു KT ജലീലിൻ്റെ പ്രസ്താവന. അതിനെതിരെയാണ് ഇപ്പോൾ, അതിനെതിരെ എന്ന് പറയാൻ പറ്റില്ല, അത് തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരം AP വിഭാഗം രംഗത്തെത്തുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അബ്ദുൽ ഹക്കീം അസ്കരിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു, ഒരു കൃത്യമായ കണക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയോ അടിസ്ഥാനത്തിൽ നടത്തിയൊരു പ്രസ്താവനയല്ല KT ജലീലിൻ്റെത്. ഇത്തരത്തിൽ മതവിദ്യാഭ്യാസം മാത്രമുള്ളതുകൊണ്ട് ഒരാൾ നന്നാവുകയും ചീത്തയാവുകയും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിസരവും കുടുംബ പശ്ചാത്തലവും ഒക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.